ഞാൻ സിനോജ്. എൻ്റെ ചാനലാണ് സിനോജ് മീഡിയ ടെക് എന്നുള്ള ചാനൽ. അപ്പോൾ ഞാൻ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മുഖം കാണിക്കുന്നത്. അപ്പോൾ ആങ്കറിങ് ചെയ്തൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടുള്ള ഒരു മുഖം കാണിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അമർത്തുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഓൾന്ന് സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പൈസ കൊടുത്തുള്ള ഒരു വെർഷനുണ്ട്, പൈസ കൊടുക്കാതെയുള്ള ഒരു വെർഷനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന നീല ബട്ടണിൽ അമർത്തരുത്. തൊട്ട് താഴെ കാണുന്ന ഓവർ ട്രൈ ലിമിറ്റഡ് വെർഷനുള്ള തൊട്ട് താഴെ കാണുന്ന ഓപ്ഷനിൽ അമർത്തുക. അമർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ താഴെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും, അതായത് ഒരു ആരോ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലെറ്റ്സ് ഡു ഇറ്റ് കൊടുക്കുക, സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് പെർമിഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ കോണ്ടാക്ട്സ്, ട്രൂ കോളറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. അതിനുശേഷം പെർമിഷനുകളൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കോണ്ടാക്ട്സിൻ്റെ പെർമിഷനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അത് അലോ ചെയ്ത് കൊടുക്കുക. ഫോൺ കോൾസിൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പെർമിഷൻസ് ഒക്കെ അലോ ആയെന്നുള്ള പച്ച കളറിലെ ടിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ കാണുന്ന നമ്മുടെ ശരി ചിഹ്നത്തിൽ അമർത്തുക. അപ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇത് സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കീപാഡ് ഒരു കാണാൻ പറ്റും. നമ്മളുടെ ഫോണിലുള്ള കീപാഡല്ല, മറ്റൊരു ഈ ആപ്ലിക്കേഷൻ്റെ ഒരു കീപാഡാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. നമുക്കിവിടെ കാണുന്ന ഒരു സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് താഴോട്ട് പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമുക്കിവിടെ ഇവിടെ 2-3 ഓപ്ഷനുകളുണ്ട്. അതായത് നമുക്കൊരു ഫേക്ക് കോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ആരെങ്കിലും പറ്റിക്കാനുള്ളൊരു കോൾ പോലെ നമുക്കിപ്പോൾ ഫേക്ക് കോൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കണം, ഗ്രാൻഡ് പെർമിഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മീഡിയ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കോൾ വരേണ്ട സമയം, അതായത് റിംഗ് ടോൺ, ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. കളർ ഇൻഫോം ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ബോസ് എന്നാണ് എഴുതിയേക്കണത്. ഞാനിവിടെ സിൻടെക് സിനോജ് മീഡിയ കൊടുത്തേക്കാണ്, കൊടുത്തു. അതിനുശേഷം നമ്പർ, ഈ കാണുന്ന നമ്പറാണ്, ഫസ്റ്റ് കാണുന്ന നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് താങ്ക്സ് അത് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒന്നും കൂടി ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കോൾ വരേണ്ട സമയം, എത്ര സമയത്തിനുള്ളിലാണ് കോൾ വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 10 സെക്കൻഡിനകം എനിക്കൊരു കോൾ വരുന്ന രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 10 സെക്കൻഡ് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ബാക്ക് അടിച്ചു. നമ്മളുടെ ഫേക്ക് കോൾ സെറ്റിങ്സ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. നമുക്ക് 10 സെക്കൻഡിനുള്ളിൽ നമുക്കൊരു കോൾ വരും. ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ, സിനോജ് മീഡിയ. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്ത രീതിയിൽ വരും. ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒരാളെ പറ്റിക്കാനുള്ള, നമുക്ക് ആരാണ് കോൾ ഇപ്പോൾ വരുന്നതെന്ന് നമുക്ക് പറ്റിക്കാൻ പറ്റിയൊരു കോൾ മാത്രമേ ഉള്ളൂ. അത് വെറുതെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ്സിന് മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തത് വേണ്ടത്, നമുക്ക് ഒരു ഫ്ലാഷ് ഓണെ കോൾ ഉണ്ട്, 2ാമത്തെ സെക്ഷൻ. അതായത് നമുക്ക് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നമ്മളുടെ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് ഓണായി കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഫോണിൻ്റെ ബാക്കിൽ. അപ്പോൾ അത് എനിക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡിങ് ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് സേവ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫോൾട്ടാക്കി ഇടുക. പിന്നെ അടുത്തുള്ളത് നമുക്ക് സംഭവം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തത്
നമുക്ക് ആരെങ്കിലും കോൾ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആളുടെ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ട് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും, കോൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം റിംഗ് ടോൺ ചേഞ്ച് ചെയ്യാൻ പറ്റും. പല പല റിംഗ് ടോൺസുകളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കോൾ ബട്ടൻ്റെ ഒരു സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഐഫോണിൻ്റെ ഒക്കെ പോലത്തെ ഒരു കോൾ സെറ്റിങ്സ് ഉണ്ട്, അതുകൂടാതെ നമ്മുടെ ഫോണിലുള്ള രണ്ടാമത് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെറ്റിങ്സും വേണമെങ്കിൽ, അതായത് ഇത്ര സെറ്റിങ്സുകളുണ്ട്, അപ്പോൾ നമുക്ക് ആ സ്റ്റൈലിൽ വേണമെങ്കിൽ സെറ്റിങ്സുകൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. നമുക്ക് ഇതിലിഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് അവ കോൾ ചെയ്യുമ്പോൾ, ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള കോൾ ബട്ടൺ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു സെറ്റിങ്സ് എന്നുള്ളൊരു അടിപൊളി സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ തൊട്ട് ബാക്ക് അടിച്ചു. ഇനി ഇതിന് ശേഷം നമുക്ക് വാൾപേപ്പർ കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് വാൾപേപ്പറുകൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഫോണിന് ആവശ്യമായി പറ്റിയ വാൾപേപ്പറൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് സ്പീഡ് ഡയലുണ്ട്. അപ്പോൾ ഈ ഡയൽ പാഡിൻ്റെ സെറ്റപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പീഡ് ഡയലിൽ നമുക്ക് ഒന്ന് കേട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്പർ നമ്മൾ നിൽക്കുമ്പോൾ ആരാണ് വരുന്നത്, ആരെയാണ് നമുക്ക് വിളിക്കേണ്ടത്, അവരുടെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീഡ് ഡയൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നുള്ള ജനറൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ കാൾ ബാക്ക് സ്ക്രീനുണ്ട്, സിം പ്രിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ബാക്ക് അടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡാർക്ക് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ് മോഡാക്കാം, ഡാർക്ക് മോഡാക്കാം. ഡാർക്ക് മോഡാക്കി സേവ് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സംഭവം കറുത്ത കളറിലേക്ക് മാറുന്നത് കാണാൻ പറ്റും. പിന്നെ ലൈറ്റ് മോഡിലേക്ക് ഇടാൻ ലൈറ്റ് മോഡാക്കാം. പിന്നെ സിസ്റ്റം ഡിഫോൾട്ട്, അങ്ങനെ 3 ഓപ്ഷനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. സെറ്റിങ്സിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും, പിന്നെ വേറെ കോൾ അനൗൺസർ ഉണ്ട്. അതൊരു നമുക്കൊരു അടിപൊളി ഓപ്ഷനാണ്. നമുക്ക് ഈ കോൾ അനൗൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കോൾ വിളിക്കുമ്പോൾ, അതായത് കോൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ കോൾ വിളിക്കുന്ന നമ്മൾ വരുന്ന ആരാണോ അവരുടെ പേര് ഇതിൽ പറയുന്നൊരു സംഭവമാണ്. അതൊരു ഇതിൻ്റെ ഒരു നല്ല അടിപൊളി സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് അയാളുടെ പേര്, നമ്മുടെ ഫോണിൽ അയാളുടെ പേരാണ് സേവ് ചെയ്തേക്കണതെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ അയാളുടെ പേര് ഇവിടെ വിളിച്ചറിയും. അല്ല അയാളുടെ നമ്പർ ആണെങ്കിൽ വിളിച്ചു പറയണമെങ്കിൽ നമ്പറിൻ്റെ ബട്ടൺ സേവ് ചെയ്യുക. അത് കൂടാതെ വൈബ്രേറ്റ് മോഡ് നമുക്ക് ആക്കാൻ പറ്റും. അനൗൺസ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. സൈലൻറ്റ് മോഡ് ആക്കാൻ പറ്റും. എത്ര പ്രാവശ്യം നമ്മൾ അയാളുടെ പേര് അനൗൺസ് ചെയ്യണം, അതായത് പറയണം, നമുക്ക് ഒരു പ്രാവശ്യം തുടങ്ങി 7 പ്രാവശ്യം വരെ നമുക്ക് ആക്കിയിടാൻ പറ്റും. പിന്നെ അതുകൂടാതെ എത്ര പ്രാവശ്യം സെക്കൻഡിൽ അനൗൺസ് ചെയ്യണം എന്നുള്ള സെക്കൻഡുകൾ കൊണ്ട് അത് 5 സെക്കൻഡ് വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ കോളിങ് നടത്തിക്കൊണ്ട് എത്ര സമയം കൊണ്ട് സ്പീച്ചിൻ്റെ റേറ്റ്, പിച്ച്, പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ നമുക്കിവിടെ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ടെസ്റ്റിംഗ് ആ കോളിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് കൃത്യമായിട്ട്, പിച്ചൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോൾ അനൗൺസർ അത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഈ ഡയൽ പാഡിൽ ഒളിഞ്ഞെടുക്കുന്ന ഒരു സംഭവം. അതായത് നമ്മൾ ഡയൽ പാഡ് മുഖേന നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. പിന്നെ ക്വിക്ക് റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസി അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഓണാക്കിയിട്ടിട്ട് നമുക്ക് ഈ ഏതെങ്കിലും മെസ്സേജ് നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ടാൽ നമുക്ക് സംഭവം ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് മെസ്സേജ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ക്വിക്ക് റെസ്പോൺസ് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മളുടെ ഫോണിൻ്റെ സെറ്റപ്പുകൾ. അപ്പോൾ നമുക്ക് കോളർ ട്യൂണിൻ്റെ സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.